ഹലോ, വെൽക്കം ടു ബിനിഷിബു വ്ളോഗ്സ്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്ക് ന്യൂ ഇയർ ഒക്കെ വരുവാണല്ലോ. ന്യൂ ഇയറിന് 2 ദിവസമേ ഉള്ളൂ. ന്യൂ ഇയറിന് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, ഗീ റൈസിൻ്റെ കൂടെയൊക്കെ, അല്ലെങ്കിൽ ജീര റൈസ്, അതുപോലെ റൈസ് ഐറ്റംസിൻ്റെ കൂടെയൊക്കെ പോകുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണിത്. ഇത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചിക്കന് നമ്മൾ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് വന്ന് ഒരു 3/4 കിലോ ചിക്കനുണ്ട്. ഇത് മാരിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആദ്യം ഞാൻ കാണിച്ചു തരാം. കുറച്ച് വലിയൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ കഷ്ണമൊക്കെ പറക്കിയിടാം, വെള്ളമില്ലാതെ. നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത് ഈ ചിക്കനിൽ നിന്ന് ഒരു അരമണിക്കൂർ വെക്കണം. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലത്. കൂടുതൽ സമയം വെക്കുവാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. നന്നായിട്ട് ആ മുളക് പൊടി ഉപ്പും എല്ലാം എല്ലായിടത്തും ആകുന്ന പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുക. ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ച് ഒരു അരമണിക്കൂർ നമുക്ക് അത് മാരിനേറ്റ് ആകാൻ ദേശയിലോട്ടൊക്കെ ആ മുളകും ഉപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് കുക്കിംഗ് ആരംഭിക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ വറക്കാൻ പോവാണേ. ചിക്കൻ വറക്കാനായിട്ട് ഇതുപോലൊരു പാൻ വെച്ച് തീ കത്തിക്കാം. പാൻ ചൂടായ ശേഷം ഓയിൽ ഒഴിക്കാം. കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ അളവ് ഓയിൽ ഒഴിച്ചാൽ മതിയെ, ഒത്തിരി വേണ്ട. നമ്മൾ ഒരു ഇത്ര എണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. എണ്ണ ചൂടായി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അതിനകത്തോട്ട് പറക്കിയിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റിനുള്ളിൽ കുക്ക് ചെയ്തെടുക്കണം നമ്മൾ. ഇത് നമുക്ക് ഡ്രൈ ആയിട്ട് വറക്കാനോ അല്ലെങ്കിൽ വെന്തെടുക്കാനോ ഒന്നുമല്ല. ഇനി നമ്മളിത് കറിക്കകത്ത് കിടന്നായിരിക്കുമല്ലോ വേകുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ, ചെറുതായിട്ട് അതിൻ്റെ പുറമൊക്കെ ഒന്ന് ഒരു കളറൊക്കെ വന്നാൽ മതി. അല്ലാതെ ഒരുപാട് സമയം കുക്ക് ചെയ്ത് വെന്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ പാത്രത്തിൽ തന്നെയായിരിക്കും നമ്മൾ കുക്ക് ചെയ്യുന്നതും. കറി വെക്കാനുള്ള പാത്രം തന്നെയാണിത്. ഇതിൻ്റെ ബാലൻസ് ചെയ്യുന്ന എണ്ണയിൽ തന്നെ നമുക്ക് കറി ഉണ്ടാക്കാം. തിരിച്ചിടാം. നമുക്കിത് വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയേ ഏകദേശം. ഞാൻ ടൈം കറക്റ്റ് നോക്കിയില്ല. 2 to 3 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇതാണ് ഇതിൻ്റെ പരുവം. ഒത്തിരി ഡ്രൈ ഒന്നും ആകത്തില്ല, വേഗത്തുമില്ല. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു കഷ്ണം കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഇത് ബാക്കിയിട്ട് വറുത്തെടുക്കാം. ഇങ്ങനെ വറുത്ത് ചെയ്യുമ്പോൾ കഷ്ണം ഉടയത്തുമില്ല, നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ഈ കഷ്ണം കഴിക്കാൻ ഇതിലെല്ലാം പിടിച്ചിരിക്കുമല്ലേ, കുരുമുളകിൻ്റെ ടേസ്റ്റും മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഉപ്പിൻ്റെ എല്ലാം ടേസ്റ്റ് പിടിച്ചിരിക്കുന്നൊരു ചിക്കൻ പീസ് ആയതുകൊണ്ട് ഈ കഷ്ണത്തിന് സ്പെഷ്യൽ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ഏകദേശം വറുത്ത് കഴിയാറായി. നമുക്കിതിപ്പോൾ കോരിയെടുക്കാം. ഇത് കളറ് കണ്ടല്ലോ, ഒത്തിരി ബ്രൗൺ ഒന്നും ആകത്തില്ല, എന്നാൽ അത് വറുത്ത മാതിരി ഒരു ലുക്ക്. നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാമേ. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് അങ്ങോട്ടിടുവാണേ. സവോള, ഇത് ഞാനിപ്പം 3 ചെറിയ സവോള അരിഞ്ഞതാണ്.
അതിൻ്റെ കൂടെ ഞാനൊരു 4 ചെറിയുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ചെറിയുള്ളിയുടെ ഒരു സ്വാദിന് വേണ്ടി. വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം മതിയാവും. ഇതിപ്പം 3 ചെറിയ ഉള്ളിയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിടാം. ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിച്ചിടണം. ഓൾറെഡി നമ്മൾ ചിക്കൻ്റെ അകത്ത് ഉപ്പ് മാരിനേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അതിന് നല്ല ഉപ്പ് കാണും. ആവശ്യത്തിന് കഷ്ണത്തിനുള്ള ഉപ്പ് കാണും. പിന്നെ നമ്മൾ ഗ്രേവിയിൽ ഉപ്പ് ചേർക്കണം. അതുകൊണ്ട് തന്നെ ഉപ്പിടുമ്പോൾ സൂക്ഷിച്ച് ഉപ്പിടണം. ഇതൊരു 5 മിനിറ്റ് കൊണ്ട് നല്ല ഫ്രൈ ആവുമൊന്നും വേണ്ട. ലൈറ്റ് ഒന്ന് വഴണ്ട് കിട്ടി, ഒരു കുഴഞ്ഞ് കിട്ടിയാൽ മതിയേ. ഉള്ളി ഒരുവിധം വാടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 2 പച്ചമുളക് കട്ട് ചെയ്തിടാം. ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വാടി. ഇപ്പം നമ്മൾ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റ്, ചതച്ചതാണ്, ഇത് അരഞ്ഞിട്ടില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇപ്പം നല്ലൊരു മണമൊക്കെ വരും. ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില, ശകലം, ഇത്തിരിയല്ല, കുറച്ച് നമുക്ക് ലാസ്റ്റ് ചേർക്കാൻ വെക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഓൾറെഡി മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ അതിലിട്ടതാണ്, അതുകൊണ്ടാണ് 1/4 എന്ന് പറയുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇപ്പോൾ കൂടുതൽ ചേർക്കുന്നത്, ഇതിനു മുമ്പ് അതിനകത്തെങ്ങും മല്ലിപ്പൊടി നമ്മൾ ചേർത്തതല്ല, അതുകൊണ്ടാണ് കൂടുതലിട്ടത്. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നല്ല വഴണ്ട് വന്നു. ഇപ്പം നമുക്ക് 2 തക്കാളി, ഇത് 2 നല്ല പഴുത്ത വലിയ തക്കാളി ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്, അത് ഇതിനകത്തോട്ട് ചേർക്കാം. ഈ തക്കാളി വഴണ്ട് കിട്ടാനായിട്ട് ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒത്തിരി ചേർത്ത് കൂടിപ്പോകരുത്. ഓർമ്മയിൽ വെച്ചിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെക്കാം. തല്ലിപ്പൊത്തിയിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെക്കാം. അപ്പം നമുക്ക് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് അതൊന്ന് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് വേണം, 2 അല്ല 5 മിനിറ്റ് വേണം. 5 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒന്ന് സിമ്മിലിരുന്ന് വേകട്ടെ. നമുക്കിപ്പോൾ ഇതൊന്ന് ഇളക്കിയിടാം. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ഇളക്കിയിട്ടതായിരുന്നു. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിടാം. നല്ല ഈ തക്കാളി അങ്ങ് വെന്ത് ഉടഞ്ഞ് നല്ല ഗ്രേവി നല്ല തിക്കാകണം. തക്കാളി നല്ലതായിട്ട് ഉടയണം. നമ്മൾ കൈകൊണ്ട് ഉടയ്ക്കണ്ട, അതായിട്ട് വെന്ത് അത് ഉടയണം. 1 മിനിറ്റ് കൂടെ വെക്കാം. ഇച്ചിരി കൂടെ ഒന്ന് ആകണം. അടച്ച് വെക്കുമ്പോൾ അത് പെട്ടെന്ന് ആയിക്കോളും. ഇപ്പം നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ചിക്കൻ എടുത്തിടാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഇപ്പോൾ ഈ ഗ്രേവിക്കകത്തോട്ട് നമുക്ക് എടുത്തിടാം. അതിൻ്റെ വെള്ളമായി ഇതെല്ലാം അങ്ങ് ഊറ്റി ഒഴിക്കുക. നല്ല സ്റ്റോക്കാണ്. ഈ സമയം നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഗരം മസാല ചേർത്തില്ലായിരുന്നു. അപ്പം നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഫുള്ളില്ലായിരുന്നത് ഇച്ചിരി കൂടി ഇടുക. മസാലയൊക്കെ എല്ലായിടത്തും നന്നായിട്ട് പിടിച്ച ശേഷം, നന്നായിട്ടൊന്ന് മിക്സ് ആയ ശേഷം നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം എടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ച് ഒരു 2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. നന്നായിട്ട് തിളച്ച വെള്ളമാണ്. പച്ചവെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടിലും, ഇത് ഓൾറെഡി വെന്ത കറിയല്ലേ, അതിൻ്റെ അകത്തോട്ട് നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടിലും തിളപ്പിച്ച വെള്ളം ഒഴിക്കണം. നല്ല ചൂടോട് വെള്ളം ഒഴിക്കണം. തീ കൂട്ടി വെക്കാം. ഇത് പോരാ, ഇച്ചിരി കൂടി വെള്ളം വേണം. നമുക്ക് ഗ്രേവിയായിട്ട് വേണമെങ്കിൽ ഇച്ചിരി ഏറെ വെള്ളം ഒഴിക്കണം. ഞാനിച്ചിരി ഇതായിട്ട് കുറുകിയ പരുവത്തിലെടുക്കാനാണ് പ്ലാന്. ഇത് ഏറ്റവും നല്ലത് ഈ ഗീ റൈസിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയുമാണ് ഈ ചിക്കൻ കറി ഏറ്റവും നല്ലത്. നീറിന്
എല്ലാവരും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ള ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കറിയാണിത്. നമുക്ക് അടച്ച് വെച്ചേക്കാം. സിമ്മിൽ വെക്കാം. നല്ല തിളച്ചു. ഇപ്പം സിമ്മിൽ വെക്കാം. സിമ്മിലിരുന്ന് ഒരു 20 മിനിറ്റ് വേകണം ഈ കറിയെ. നമുക്കൊന്ന് ഇളക്കി നോക്കാം. മതിയെന്ന് തോന്നുന്നു. ഇനി അത് ഇരുന്ന് ആറുമ്പോൾ ഇനി ഒന്നുകൂടെ കുറുകുമല്ലോ. ഇനി ഇച്ചിരി ഉപ്പ് കുറവുണ്ടേ. നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ലാസ്റ്റ് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന മല്ലിയില ഇതും ചേർത്ത് നന്നായിട്ട് ഇളക്കി ചിക്കൻ കറി റെഡി. നോക്കൂ ഫ്രണ്ട്സ്, എന്ത് നല്ല ചിക്കൻ കറിയാണെന്ന്. നല്ല കുറുകിയ ചാറോടെ. ചാറുണ്ടോയെന്ന് ചോദിച്ചാൽ ചാറുണ്ട് താനും, എന്നാൽ വെള്ളമായിട്ടൊന്നുമല്ല, നല്ല കുറുകിയ ചാറോടെ. നമ്മൾ സ്പെഷ്യലായിട്ട് ഇതിനകത്തൊന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ കുറുകാൻ ടൊമാറ്റോ മാത്രമേ ഉള്ളൂ. അതുപോലെ നല്ല എരിവും ഉപ്പും മസാലയും പുളിയും എല്ലാം ഉള്ള നല്ല ഒരു ചിക്കൻ കറിയാണ്. നല്ല സൂപ്പർ കറിയാണ്. നല്ല ടേസ്റ്റി കറിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർക്ക് ഈ കറിയായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി കറിയാണ്. ധൈര്യമായിട്ട് ഉണ്ടാക്കാം. ആർക്ക് കൊടുത്താലും നിങ്ങൾക്ക് നല്ല ക്രെഡിറ്റ് കിട്ടുന്ന ഒരു കറിയായിരിക്കും. ഭയങ്കര സൂപ്പർ ടേസ്റ്റും സ്മെല്ലും. ഞാൻ ഇടയ്ക്ക് ചിമ്മിനി ഓഫ് ചെയ്ത് സൗണ്ട് കൂടുതലായിരുന്നു. വീട് നിറയെ ഇപ്പോൾ ഈ ചിക്കൻ കറിയുടെ മണം. അത്രയ്ക്ക് മണമുള്ള ഒരു ചിക്കൻ കറിയാണ്. നല്ല കൊഴുന്ന് കുറുകി നല്ല സൂപ്പർ ഒരു ചിക്കൻ കറിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിട്ട് നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.